Hello guys, welcome back to my YouTube channel Life of Ashwati. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ ഈ സബ്സിഡി സ്കീമിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൺലൈൻ പ്രൊസീജിയേഴ്സാണ്. ആദ്യം തന്നെ ഗൂഗിളിൽ എടുത്തിട്ട് PM സൂര്യഗർ എന്ന് പറയുന്നത് വെബ്സൈറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വെൻഡർ ലോഗിലാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ആദ്യം കേട്ടോ. അപ്പം ഞാനൊരു വെൻഡറാണ്. അപ്പം വെൻഡർ ലോഗിനിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ PM സൂര്യഗറിൻ്റെ സൈറ്റ് വരുന്നത്. നാഷണൽ പോർട്ടൽ നമ്മൾ സബ്സിഡി സ്കീമിൽ സോളാർ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യേണ്ടത്. പിന്നെ അതിൽ തന്നെ നമുക്കുള്ള ഓരോ ഓപ്ഷൻസ് ഹോം സ്ക്രീനാണ് ഇത് വരുന്നത്. അതിൽ ഓരോ നരേന്ദ്രമോദിയുടെയാണിത് ഈ സ്കീം വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് സബ്സിഡിയുടെ കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അപ്പം 78,000 3 കിലോ വാട്ടും അതിന് മുകളിലേക്കും 78,000 രൂപയായിരിക്കും സബ്സിഡി കിട്ടുന്നത്. പിന്നെ ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോഴായിരിക്കും സബ്സിഡി കിട്ടുക. ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ സബ്സിഡി ഉണ്ടാവില്ല. പിന്നെ റെസിഡൻഷ്യൽ അതായത് വീടുകളിൽ വെക്കുന്നതിനായിരിക്കും സബ്സിഡി കിട്ടുക. ഓക്കെ. പിന്നെ എത്ര കിലോ വാട്ട് വേണ്ടി വരും അതൊക്കെയാണ് ഇത് കാണിക്കുന്നത്. എത്ര യൂണിറ്റ്സ് കൺസപ്ഷൻ മന്തിൽ എത്ര കൺസപ്ഷൻ വരുന്നു അതനുസരിച്ചാണ് എത്ര കിലോ വാട്ട് വേണ്ടി വരുമെന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്ത് ഓരോ ഓപ്ഷൻസ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഹോം സ്ക്രീൻ ഉണ്ട്. വാട്ട്സ് ന്യൂ കൺസ്യൂമർ വെൻഡർ ഡിസ്കോം ആണ് നമ്മുടെ KSEB റൂഫ് അച്ചീവ്മെൻറ്റ് കപ്പാസിറ്റി ബിൽഡിംഗ്. പിന്നെ മോർ ഓപ്ഷൻസിൽ നമുക്ക് ബാക്കി വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ട് ആ ഗ്രീവൻസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലോഗിനാണ് നമ്മുടെ മെയിൻ നോക്കേണ്ടത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെൻഡർ ലോഗിനും കൺസ്യൂമർ ലോഗിൻ. കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്ന് കൺസ്യൂമറും വെൻഡറിൻ്റെ ഭാഗത്തു നിന്ന് വെൻഡർ ലോഗിനും. പിന്നെ ഡിസ്കോമാണ് നമ്മുടെ KSEBയുടെ ഭാഗത്തു നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ ഡിസ്കോം ലോഗിനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം വെൻഡർ ലോഗിനിലാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെൻഡറിൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഒരു ക്യാപ്ച ഉള്ളത് ഫില്ല് ചെയ്യുക. അപ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ OTP നമുക്ക് വരും നമ്മുടെ നമ്പറിലേക്ക്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേനും ഇത് നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ആയി. റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമ്മുടെ വെൻഡറിൻ്റെ പേര് കാണിക്കും. പിന്നെ ബാക്കി ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്, ഓരോ ടാബ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഡാഷ്ബോർഡ്. പിന്നെ ഇത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സ്, റിക്വസ്റ്റ് ലെറ്റർ, പിന്നെ വെൻഡർ കൺസെൻറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ ഓപ്ഷണൽ കാര്യം. മൈ ആപ്ലിക്കേഷൻസ്, പിന്നെ ഓരോന്ന് സബ്സിഡിയുടെ സ്റ്റാറ്റസ് അറിയാനും അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് മൈ ആപ്ലിക്കേഷൻസാണ്. അവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരുന്നത്. ഇവിടെയാണ് നമുക്കൊരു വെൻഡറിനെ സംബന്ധിച്ച് കൂടുതൽ വർക്ക് വരുന്നത് ഇതിലാണ്. ഇപ്പോൾ ഞാൻ സബ്സിഡി ഡിസ്പോസ്ഡ് ആയ ഒരു കസ്റ്റമറിൻ്റെ കാണിക്കാം. അപ്പോൾ കുറേ ഇങ്ങനെയാണ് സ്റ്റെപ്പുകൾ വരുന്നത്. ആദ്യം രജിസ്ട്രേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ, ഫീസിബിലിറ്റി, വെൻഡർ സെലക്ഷൻ, എഗ്രിമെൻറ്റ് അപ്ലോഡ് ചെയ്യുക, ഇൻസ്റ്റലേഷൻ, ഇൻസ്പെക്ഷൻ, പ്രൊജക്ട് കമ്മീഷനിങ്, സബ്സിഡി റിക്വസ്റ്റ്, സബ്സിഡി ഡിസ്പേഴ്സൽ. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. പിന്നെ ഇതാണ് ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ്. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പം വ്യൂ ആപ്ലിക്കേഷനോട് ക്ലിക്ക് ചെയ്യുമ്പം അത് കാണാം റൈറ്റ് സൈഡിൽ. പിന്നെ ട്രാക്ക് ആപ്ലിക്കേഷൻ അവിടെ ഇപ്പോൾ നിലവിൽ ഏതൊക്കെ നമ്മുടെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഏത് സ്റ്റെപ്പിലാണ് ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് ഓരോ കസ്റ്റമറിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡേറ്റ് സഹിതം ഉണ്ടാവും. പിന്നെ നമ്മളിപ്പം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമറിൻ്റെ ഇപ്പം ഒരു പകുതി സ്റ്റേജിൽ എത്തിയിരിക്കുന്ന കസ്റ്റമറിനെ ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഇപ്പം ഈ ഒരു കസ്റ്റമറിനെ ആണെങ്കിൽ വെൻഡർ സെലക്ഷൻ വരെയുള്ള സ്റ്റേജസാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ടിക്കറ്റ് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്നോടിപ്പോൾ ലോഗ് ഔട്ട് ചെയ്യുകയാണേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൺസ്യൂമറിൻ്റെ ലോഗിനിൽ കയറുമ്പോഴാണ്. കൺസ്യൂമറിൻ്റെ ലോഗിനിൽ കയറുമ്പോൾ കൺസ്യൂമറിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. അതിൽ കൺസ്യൂമറിൻ്റെ KSEB രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറായിരിക്കും നമ്മൾ കൊടുക്കുക. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അത് എൻ്റർ ചെയ്യാം. ഇനി ഡീറ്റെയിൽസ് പിന്നെ കാണിക്കാം. ബൈ. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓരോന്നിനെക്കുറിച്ചും വേണമെങ്കിൽ നിങ്ങൾ ഏതാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.